എൻഡോമെട്രിയോസിസ് എന്ന രോഗത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ? സ്ത്രീകളിൽ മാത്രമുണ്ടാകുന്ന രോഗമാണെങ്കിലും ഇതിൻ്റെ കോംപ്ലിക്കേഷൻസിൻ്റെ വേദന പലപ്പോഴും പുരുഷന്മാർ കൂടെ അനുഭവിക്കേണ്ടി വരുന്നതിനാൽ പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ ഈ രോഗത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓവുലേഷൻ എന്ന പ്രക്രിയയ്ക്ക് ശേഷം ഗർഭധാരണത്തിന് ശരീരം തയ്യാറാകുന്നതിൻ്റെ ഭാഗമായി ഗർഭപാത്രത്തിൻ്റെ ഉൾപാളി അഥവാ എൻഡോമെട്രിയം കട്ടിയാവുകയും ഗർഭധാരണം നടക്കാതെ വരുമ്പോൾ ഈ പാളി അടർന്നു മാറി രക്തസ്രാവമായി പുറത്തു വരികയും ചെയ്യുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് മെൻസ്ട്രേഷൻ അഥവാ ആർത്തവം. എന്നാൽ ചില സാഹചര്യങ്ങളിൽ എല്ലാ മാസവും ഈ എൻഡോമെട്രിയൽ ലെയർ പൂർണ്ണമായും അടർന്നു വരാതെയോ അല്ലെങ്കിൽ ഗർഭാശയത്തിൽ നിന്ന് അടർന്ന ലെയേഴ്സ് പുറത്തേക്ക് വരാതെ ഉള്ളിലേക്ക് തന്നെ പോവുകയോ ചെയ്യുന്നതിൻ്റെ ഫലമായി ഈ ലെയർ കൂടുതലായി വളരുകയും ഗർഭാശയത്തിൻ്റെ പുറമെയുള്ള അവയവങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. ഓവറി മുതൽ ദഹനപ്രക്രിയയ്ക്ക് സഹായകമായ വൻകുടൽ, ചെറുകുടൽ വരെയും ചിലപ്പോൾ എൻഡോമെട്രിയൽ ലെയർ വളരാൻ ചാൻസ് ഉണ്ട്. ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ഇറഗുലാരിറ്റി, ജീവിതശൈലിയിലെ ശരിയില്ലായ്മ, മാനസിക സമ്മർദ്ദം, ഉറക്കമില്ലായ്മ കൂടാതെ ജനിതകമായും ഈ രോഗം നമ്മളിലേക്ക് വരാം. കഠിനമായ ആർത്തവ വേദന, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴുള്ള വേദന, ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത, അമിതമായ രക്തസ്രാവം, സ്ഥിരതയല്ലാത്ത പീരിയഡ്സ് അല്ലെങ്കിൽ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ്, ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന വയറുവേദന, മലവിസർജന സമയത്തെ അടിവയറുവേദന, അമിതമായ ക്ഷീണം എല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. പലപ്പോഴും അലോപ്പതിയിൽ ഹോർമോൺ ടാബ്ലറ്റ്സ് നൽകി ഇത് മാനേജ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോഴെങ്കിലും ഓവറിയോ യൂട്രസോ ഒക്കെ റിമൂവ് ചെയ്യേണ്ട സാഹചര്യത്തിലോടും നമ്മൾ എത്തിപ്പെടാറുണ്ട്. ശേഷം അതിൻ്റെ ബുദ്ധിമുട്ടും അനുഭവിക്കണം. എൻ്റെ ക്ലിനിക്കിൽ 10 പേഷ്യൻ്റ് വരുമ്പോൾ 7 പേരും എൻഡോമെട്രിയൽ ഇഷ്യൂസ് ഉള്ളവരാണ്. എൻഡോമെട്രിയോസിസ് കാരണം ഫാമിലി ലൈഫ് നഷ്ടപ്പെട്ടവരും ഇൻഫെർട്ടിലിറ്റിയുടെ മെൻ്റൽ ട്രോമയിൽ കഴിയുന്നവരും അനവധിയാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. പീരിയഡ്സ് പ്രോബ്ലം ഫേസ് ചെയ്യുന്നവർ ഉള്ളിൽ സബ്സൈഡ് ചെയ്യാതെ എത്രയും വേഗത്തിൽ തന്നെ നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. പീരിയഡ്സ് പെയിൻ നോർമലാണ്, ബട്ട് ആ പെയിൻ നമ്മുടെ ഡെയിലി ലൈഫിനെ ക്രമാതീതമായി ബാധിക്കുന്നുവെങ്കിൽ അത് നോർമൽ അല്ല. സോ വി ഷുഡ് ട്രീറ്റ് ദാറ്റ്. സിവിയർ മെൻസ്ട്രൽ പെയിൻ, പ്രീ മെൻസ്ട്രൽ സിംറ്റംസ്, PCOD തുടങ്ങി എല്ലാവിധ ഗൈനക് ഡിസോർഡേഴ്സിനും ആയുർവേദത്തിൽ ഫലപ്രദമായിട്ടുള്ള ചികിത്സകളുണ്ട്. ആയുർവേദത്തിലെ ശാസ്ത്രീയമായ മെഡിക്കേഷൻസ്, ലൈഫ് സ്റ്റൈൽ, യോഗ എന്നിവയിലൂടെ ഇവ പൂർണ്ണമായി മാറ്റാൻ കഴിയും. ആയുർവേദ ചികിത്സ ആഗ്രഹിക്കുന്നവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ കേട്ടോ. അർമേനിയയിലാണെങ്കിലും ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്.